മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടന്ന സമരം കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാതെ അവസാനിച്ചിരിക്കുകയാണ്. സിപിഎമ്മിനും ഇടതുമുന്നണിക്കും പുറത്തുനിന്ന മോദി വിരോധം തലയ്ക്ക് പിടിച്ച ചില പരിചിത മുഖങ്ങൾ പിണറായി വിജയനുമായി കൈകോർക്കാൻ എത്തിയെങ്കിലും അതാ തുല്യ ദുഃഖിതരുടെ ഐക്യപ്രകടനമായ ജനങ്ങൾ കാണുകയുള്ളൂ. സിപിഎം വിധേയത്വം കൈമുതലാക്കിയ ചില മാധ്യമങ്ങളും ഡൽഹിയിലെ പിണറായിയുടെ പ്രതിഷേധ പ്രകടനം വലിയ സംഭവമായി ചിത്രീകരിച്ചുവെങ്കിലും കേരളം നേരിടുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ളതല്ല ഇതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറയുന്നത് വെറും കള്ളപ്രചാരണമാണ്. ഇതിന് സിപിഎമ്മും ഇടതുമുന്നണി സർക്കാരും പറയുന്ന കാരണങ്ങൾ വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പല തവണ കണക്കുനിരത്തി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകാതിരുന്നിട്ടില്ല. കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങി ദൂർത്തടിക്കുകയും പാർട്ടിക്കായി വകമാറ്റുകയും ചെയ്ത ശേഷം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന മുറവിളി കൂട്ടുകയാണ്. ദുർഭരണം കൊണ്ട് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും ഖജനാവ് കാലിയാവുകയും ചെയ്തിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള കള്ളക്കളിയാണ് നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനും ഇടതുമുന്നണിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്താതെ നിവർത്തിയില്ല. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചിലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. കേന്ദ്രം പണം നൽകുന്ന പല പദ്ധതികളും സ്വന്തം പേരിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ടും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന നന്ദികേടാണ് പിണറായി സർക്കാർ കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ചത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ സമരമാണ്. ഇതിനുവേണ്ടി ചിലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയിലും കേന്ദ്രം നൽകുന്ന പണമുണ്ടാകും. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന് പറയുന്നത് പതിവ് പല്ലവിയാണ്. ഈ ആരോപണവുമായി സുപ്രീം കോടതിയിൽ കേസിന് പോയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അക്കമിട്ട് നിരത്തിയതോടെ പിണറായിക്കും ധനമന്ത്രി ബാലഗോപാലിനും മിണ്ടാട്ടമില്ല. ഇനി കോടതിയിൽ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന ആശങ്കയിലാണിവർ. ഇതിനിടെയാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നുറപ്പായതോടെ പരിഭ്രാന്തരായിരിക്കുന്ന അഴിമതിക്കാരായ ചില രാഷ്ട്രീയ നേതാക്കൾ സമരത്തെ പിന്തുണയ്ക്കാനെത്തിയത് സ്വാഭാവികമാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന രീതിയിൽ ഇവരിൽ പലരും അഴിമതി കേസിൽ അഴിയെണ്ണാൻ പോവുകയാണ്. വിളിക്കേണ്ട താമസമേ ഉള്ളൂ. മോദി സർക്കാരിനെതിരെ ഇവരൊക്കെ ഓടിയെത്തും. നരേന്ദ്രമോദി സർക്കാരിനെതിരെ തുല്യ ദുഃഖിതരാണ് ഡൽഹിയിൽ ഒത്തുചേർന്നതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ വ്യക്തിപരമായ അജണ്ടയുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായിയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയതെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം വീണയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ്. പിടിക്കപ്പെട്ടാൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ അലമാരയിൽ നിന്ന് വീഴുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം. ഇതുകൊണ്ടാണ് മകളെ രക്ഷിക്കാൻ പാർട്ടി തന്നെ രംഗത്തെത്തിയത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കേസിൽപ്പെട്ടപ്പോൾ ഇടപെടാതിരുന്ന പാർട്ടിയാണ് പിണറായിയുടെ മകളെ രക്ഷിക്കാൻ എടുത്തു ചാടിയിരിക്കുന്നത്. തന്റെ കൈകൾ ശുദ്ധമെന്നും മറ്റും പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ അവർക്ക് ഹാജരാകേണ്ടി വരും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഒന്ന് വിരട്ടി നോക്കുകയാണ് പിണറായി. ഇതിനാണ് താൻ ഒറ്റയ്ക്കല്ല എന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും കാണിക്കുന്നത്. മക്കൾക്കെതിരായ അന്വേഷണം തന്നിലേക്ക് നീങ്ങുമെന്ന് പിണറായിക്ക് നന്നായി അറിയാമല്ലോ. അങ്ങനെ സംഭവിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയെന്ന് വരുത്തി തീർക്കുക ഡൽഹി സമരത്തിന്റെ ദുഷ്ടലാക്കിലൊന്നാണ്. വരും ദിവസങ്ങളിൽ ഈ കള്ളപ്രചാരണം ശക്തമാക്കും. എന്തായാലും പിണറായി മകളെ രക്ഷപ്പെടുത്താനുള്ള 18ാമത്തെ അടവും പയറ്റി തുടങ്ങി. പക്ഷേ മകളുടെ കാര്യം ഇനി SFIO നോക്കും.